അപ്പോൾ തുടങ്ങാം. ഉടനെ ആ വീട്ടുകാർ പറഞ്ഞു, നിന്റെ കളിയൊക്കെ ഇപ്പോൾ തീർത്ത് തരാടാ, ഞങ്ങൾ ഇപ്പോൾ സ്കൂളിൽ വിളിക്കും, സ്കൂളിൽ വിളിച്ചിട്ട് നിന്റെ ജോലി ഞങ്ങൾ ഇപ്പോൾ തന്നെ കളയുമെന്ന് പറഞ്ഞു. ഒരു 10-25 വയസ്സിന് മുകളിലേക്കുള്ള പെണ്ണുങ്ങളെല്ലാവരും ബൈക്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അതിലെ കൂടെ ബസ് വരാത്ത വഴിയാണെങ്കിൽ അവർ നമുക്ക് കൈ കാണിക്കും, ഒരു ലിഫ്റ്റ് തരാൻ പറയും. പുള്ളി ഇങ്ങനെ ആകാശത്തോട്ടൊക്കെ നോക്കിയിട്ട് എന്നെ യാരെന്നനച്ചേ നാനാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ അതിലെ കൂടെ പോയെങ്കിലും ഞാൻ വണ്ടി നിർത്തിയില്ല. കാരണം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ, നീ അല്ലേടാ ലിഫ്റ്റ് കൊടുത്തത്, നീ അവൻ്റെ കൂട്ടാളിയാണോ എന്ന് ചോദിച്ചാൽ എന്നെ എങ്ങാനും പിടിച്ച് ഇടിച്ചാലോ എന്ന് വിചാരിച്ച് ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ക്വാർട്ടർ, ഒരു വാട്ടർ പാക്കറ്റ്, ഒരു ഇലക്കകത്ത് പൊതിഞ്ഞ പുഴുങ്ങിയ മുട്ട, ഈ 3 സാധനമായിട്ടാണ് പുള്ളി ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, അബി ரொம்ப നன்றി, ഇത് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ തുടങ്ങാം. ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ച ഒരു കാക്കിച്ചട്ടയുടെ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കഥയിലേക്ക് നമുക്ക് പോയേക്കാം. ഞാൻ പണ്ട് വാളയാറിൽ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരിക്കൽ കോളേജിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലേക്ക് ഇങ്ങനെ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിൽ നിന്ന് ഈ ടൗണിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വണ്ടിക്ക് ഒരാൾ കൈ കാണിച്ചു. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. ഒരു കാക്കി കളർ ഷർട്ടായിരുന്നു പുള്ളി ഇട്ടിരുന്നത്, പിന്നെ മറ്റൊരു പാൻറ്റിൻ്റെ കളർ വേറെയായിരുന്നു. എന്നിരുന്നാൽ കൂടെ പെട്ടെന്ന് ഈ കാക്കി കളർ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ഇതവിടെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആണുങ്ങൾ മാത്രമല്ല, ഒരു 10-25 വയസ്സിന് മുകളിലേക്കുള്ള പെണ്ണുങ്ങളെല്ലാവരും ബൈക്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അതിലെ കൂടെ ബസ് വരാത്ത വഴിയാണെങ്കിൽ അവർ നമുക്ക് കൈ കാണിക്കും, ഒരു ലിഫ്റ്റ് തരാൻ പറയും. അവർക്കതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അവർ ചെന്ന് ഇറങ്ങുന്നിടത്ത് ടീ കാപ്പി കുടിക്കറിയാ, ദം വേണമാ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന, അടുത്തിടപഴകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളായിരുന്നു. ഇപ്പം അങ്ങനെയാണോ, എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അവിടെയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏതായാലും ഈ പുള്ളി കൈ കാണിച്ച് ഞാൻ വണ്ടി നിർത്തി ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ലിഫ്റ്റ് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പതുക്കെ വണ്ടി എടുത്തു. വണ്ടി ഇങ്ങനെ നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം സൈഡിലൊരു സ്കൂൾ ബസ് കിടപ്പുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല, ഞാനങ്ങ് പോയി. ബൈക്ക് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളി പുറകിലിരുന്ന് തന്നെത്താനെ ഇങ്ങനെ പലതും പറയുകയാണ്. ഇങ്ങനെ വളരെ പല്ലൊക്കെ കടിച്ചെറുമി പുള്ളി ഇങ്ങനെ ആകാശത്തോട്ടൊക്കെ നോക്കിയിട്ട് എന്നെ യാരെന്നനച്ചേ നാനാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പുള്ളിയോട് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഏട്ടാ എന്ന് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഈ വർത്താനം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ രണ്ടും കൽപ്പിച്ചങ്ങ് ചോദിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്താ ഏട്ടാ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് എന്നൊന്ന് കേട്ടു. പക്ഷേ പുള്ളി എനിക്ക് മറുപടി പറഞ്ഞില്ല. അതിന് പകരം പുള്ളി യാരെന്നനച്ചേ യാരെന്നനച്ചേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിന്നെയും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണേ എന്നാണേ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ. അപ്പോൾ പുള്ളി കാര്യം പറഞ്ഞു. പുള്ളി കാര്യം പറയുന്നതിന് മുമ്പ് പുള്ളി ആദ്യം പുള്ളിയെ തന്നെ ഒന്ന് വർണ്ണിച്ചു, പുള്ളിയുടെ സിറ്റുവേഷനെയൊക്കെ ഒന്ന് വർണ്ണിച്ചു. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ്, തമ്പേ ഞാൻ വന്ന് ഉഴയിപ്പക്കാകെ എന്നെ വേണം പണ്ണുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര കാര്യമായിട്ട് പറയും. അതായത് ഞാൻ ഭയങ്കര തൊഴിലാളിയാണ്, തൊഴിലിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്ന ആളാണ്, അത്ര സിൻസിയറാണ്, ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ട് പുള്ളി അവസാനം സംഭവം എന്താണെന്ന് വിവരിച്ചു. പുള്ളി ഈ കാക്കി ഷർട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ബസ് ഡ്രൈവറാണ്. ഞാൻ പുള്ളിയെ എടുത്ത സ്ഥലത്ത് സൈഡിലൊരു സ്കൂൾ ബസ് കിടപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറാണ് പുള്ളി വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് വന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇറക്കി ഈ പർട്ടിക്കുലർ വീടിൻ്റെ വാതിക്കൽ അവിടെ ഒരു കുട്ടിയെ ഇറക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്ന് നിർത്തിയതും പുള്ളി ബ്രേക്കിൽ ടപാർന്നൊരൊറ്റ ചവിട്ടി. ഈ ചവിട്ടിൻ്റെ ബലം ഒരിച്ചിരി കൂടിപ്പോയതുകൊണ്ട് പിള്ളേരെല്ലാം ഫ്രണ്ടിലേക്ക് വീഴുകയും കിടന്നാടുകയും ചിലരുടെ തലയിടിക്കുകയൊക്കെ ചെയ്തിട്ട് പിള്ളേരതിനകത്ത് ചില കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി. അപ്പോൾ വണ്ടി എവിടെ നിർത്തിയോ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ വീട്ടിലെ പേരൻസ് നിൽപ്പുണ്ട് പയ്യനെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരിത് കണ്ടോണ്ടേ ഡ്രൈവറോട് ചോദിച്ചു, ഈ ചേട്ടനോട് ചോദിച്ചു, എടോ താൻ എന്താ വണ്ടി ഓടിക്കുന്ന, പിള്ളേരെ വെച്ചിട്ടാണോ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നതെന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും പുള്ളി കയറി അങ്ങ് ഉടക്കി. ഞാൻ ഇതേ ഉഴയിപ്പാളി ഡയലോഗ് പുള്ളി വെച്ചടിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ചെറുതായിട്ടൊരു ശകലം അടിച്ചിട്ടുണ്ട്. പുള്ളി അടിച്ചതിൻ്റെ ഇമ്പാക്റ്റിൽ പെട്ടെന്ന് വന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ പറ്റിയ അബദ്ധമാണത്. ആ വീട്ടുകാരെ ഇങ്ങേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അവരതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടു. പുള്ളിക്ക് ഒന്നാമതേ ഈ അബദ്ധം പറ്റിയതിൻ്റെ വിഷമം, അതിൻ്റെ കൂടി ഇവർ ദേഷ്യപ്പെട്ടതിൻ്റെയും കൂടെ ദേഷ്യവും കൂടെ ആയതോടെ പുള്ളിയും റേസായി. ഉടനെ ആ വീട്ടുകാർ പറഞ്ഞു, നിന്റെ കളിയൊക്കെ ഇപ്പോൾ തീർത്ത് തരാടാ, ഞങ്ങളിപ്പോൾ സ്കൂളിൽ വിളിക്കും, സ്കൂളിൽ വിളിച്ചിട്ട് നിന്റെ ജോലി ഞങ്ങൾ ഇപ്പോൾ തന്നെ കളയുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അഭിമാനിയായ ഡ്രൈവർ ചേട്ടൻ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് താക്കോലൂരി വണ്ടിക്കകത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നീയൊക്കെ ആരാടാ എന്നെ പുറത്താക്കാൻ, ഞാൻ എൻ്റെ ജോലി ഇപ്പം രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് താക്കോല് വണ്ടിക്കകത്തോട്ട് എറിഞ്ഞിട്ട് പുള്ളി പുറത്തിറങ്ങി നിന്ന സീനിലാണ് ഞാൻ വരുന്നതും എൻ്റെ വണ്ടിക്ക് കൈ കാണിക്കുന്നതും എൻ്റെ കൂടെ കയറി പോകുന്നതും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ വണ്ടിക്കകത്ത് പിന്നെയും പിള്ളേരിരിപ്പുണ്ട്. പല വീടുകളിലായിട്ട് ഇറക്കേണ്ട ഒരു 10-15 വയസ്സിനകത്തൊക്കെ ഉള്ള പിള്ളേർ ഇഷ്ടം പോലെ അതിനകത്ത് കരഞ്ഞും പിടിച്ചും ഒക്കെ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ പേരൻസ് ഇപ്പോൾ വീടിൻ്റെ വാതിക്കൽ
ഈ പിള്ളേരെ നോക്കി ഇരിക്കുകയായിരിക്കും. അവർ സമയത്തെത്താത്തതിൻ്റെ പേരിൽ എല്ലാ വീട്ടിലും പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മുടെ ഉഴൈപ്പാളിക്ക് അഭിമാനമാണ് വലുത്. പുള്ളി ജോലി രാജിവെച്ച് കഴിഞ്ഞു. അങ്ങനെ ഈ കഥയെല്ലാം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കാണ് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ ആ പിള്ളേരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ഈ കഥയൊക്കെ പറഞ്ഞ് ആ ടൗണിലെത്തിയ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇടത്തോട്ടാന്ന് പറഞ്ഞു. എന്നാൽ ഞാനും അങ്ങോട്ടാ, എന്നെ വഴി വിട്ടേക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന ലോഡ്ജിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ആണോ, ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റായി ഇറങ്ങുന്നത്, എന്നെ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടാസ്മാക്കാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നേരെ അവിടെ വരുന്നു. അവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ഇവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയെ അവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിട്ട ഉടനെ പുള്ളി പോകാൻ വേണ്ടിയൊക്കെ തുടങ്ങിയിട്ട് പുള്ളി ഒരു സെക്കൻഡ് അവിടെ നിന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, തമ്പി കട്ടിങ് പോട്ടറിയാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് ശരി എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളി അകത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു, തമ്പി ഒരു നിമിഷം വെയിറ്റ് പണ്ണേന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് ആ ടാസ്മാക്കിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ്. പുള്ളി പഴയ സിനിമയിലെ ഗ്യാങ്സ്റ്റേഴ്സിനെയൊക്കെ പോലെയാണ്. പോകുന്ന വഴിയിൽ എല്ലാവരെയും അണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഗ്രീറ്റൊക്കെ ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ പുള്ളി പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പുള്ളി വന്ന് അകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്നെ തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, തബേ വെയിറ്റ് പണ്ണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിചാരിച്ചെന്നാൽ ആയിക്കോട്ടെ, പുള്ളി ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പുള്ളി അകത്ത് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ക്വാർട്ടർ, ഒരു വാട്ടർ പാക്കറ്റ്, ഒരു ഇലക്കകത്ത് പൊതിഞ്ഞ പുഴുങ്ങിയ മുട്ട, ഈ 3 സാധനമായിട്ടാണ് പുള്ളി ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറഞ്ഞു, തമ്പി ரொம்ப നன்றി, ഇത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കര നിർബന്ധം. ഞാൻ ചിരിച്ചുകൊണ്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി എൻ്റെ തോളിലൊരു ബാഗ് കിടപ്പുണ്ട്. ആ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് അതിനകത്തേക്ക് ഈ സാധനമില്ല ഇട്ട് അടച്ചിട്ട് പാകലാ തമ്പി എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് തിരിച്ചു പോയി. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന തോട്ട് എന്ന് പറയുന്നത് ആ സ്കൂൾ ബസ്സിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയണം എനിക്ക്. ഞാൻ അപ്പം തന്നെ പതുക്കെ ഈ വന്ന വഴിയെ ഞാനങ്ങ് തിരിച്ചു പോയി. ഞാൻ ആ പുള്ളി അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടോ ഏകദേശം ഒരു 20 മിനിറ്റോളമായി. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ബസ് അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ബസ്സിൻ്റെ വാതിക്കൽ ആ വീട്ടുകാരനും പുള്ളിക്കാരൻ്റെ ഭാര്യയും കൂടെ നിന്ന് ആരൊക്കെയോ ഫോൺ വിളിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ വിളിച്ചത് വേറെ ഡ്രൈവറെ വിടാൻ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആരോടെങ്കിലും പിള്ളേർ ഇവിടെ ഉണ്ടെന്ന് വിളിച്ച് പറയുന്നതായിരിക്കും, ഒന്നും അറിയില്ല. പക്ഷേ ആ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ അതിലെ കൂടെ പോയെങ്കിലും ഞാൻ വണ്ടി നിർത്തിയില്ല. കാരണം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ, നീ അല്ലേടാ ലിഫ്റ്റ് കൊടുത്തത്, നീ അവൻ്റെ കൂട്ടാളിയാണോ എന്ന് ചോദിച്ചാൽ എന്നെ എങ്ങാനും പിടിച്ച് ഇടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ നിർത്താതെ അങ്ങ് പോയി. ഞാൻ നേരെ എൻ്റെ കോളേജിൻ്റെ അവിടെ പോയി. അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഒരു 10 മിനിറ്റ് അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോൾ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. ചുറ്റും 3-4 ആളുകൾ അധികവും കൂടി നിൽപ്പുണ്ട്. ഇവരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരെയൊക്കെയോ ഫോൺ വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ തീരുമാനമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ അവിടെ നിർത്തിയില്ല. വണ്ടി ഞാൻ പെട്ടെന്ന് വിട്ടു. നേരെ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. പിന്നെ ഞാൻ ഇത് അന്വേഷിക്കാൻ പോയില്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ചെല്ലുമ്പോൾ അവിടെ സ്കൂൾ ബസ് ഏതായാലും ഇല്ല. തലേ ദിവസം വേറെ ആരെങ്കിലും വന്ന് വണ്ടി എടുത്തോ, അതോ ഈ പുള്ളിയെ തന്നെ വിളിച്ച് വീണ്ടും വണ്ടി എടുപ്പിച്ചോ, ആ പിള്ളേർ അവിടെ എത്ര നേരം നിൽക്കേണ്ട വന്നു, നമുക്ക് ക്വാർട്ടർ മേടിച്ച് വന്ന കാക്കിച്ചട്ടയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, ഈ ടൈപ്പ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരിക്കൽ പോലും ഞാൻ പുള്ളിയെ കണ്ടിട്ടേയില്ല. പക്ഷേ എത്ര കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുള്ളിയെ മറക്കില്ല. പുള്ളിയുടെ ആ ഒരു സഡൻ രാജിവെപ്പും എനിക്കുള്ള നന്ദി പ്രകടനവും പുള്ളിയുടെ വണ്ടിയിൽ നിന്നുള്ള ഡയലോഗും ഈ ടൈപ്പ് കാര്യങ്ങളൊക്കെ കാലം എത്ര കഴിഞ്ഞാലും ഞാൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാക്കിച്ചട്ട കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആളുകളെല്ലാം കൂടെ ചിലപ്പോൾ എനിക്കിട്ട് പിടിച്ചിടിച്ചേനെ എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇത് പറഞ്ഞപ്പോൾ നാട്ടിൽ വെച്ച് പിന്നീട് ഒരിക്കൽ ഇതേപോലൊരു പ്രശ്നത്തിൽ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും പെട്ടുപോയിട്ടുണ്ട്. അന്നിങ്ങനെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത് 4-5 ആളുകളൊന്നുമല്ല, ഏറ്റവും കുറഞ്ഞത് ഒരു 1000 പേരെങ്കിലും ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്താണ്, അന്ന് ഇടി കിട്ടിയോ, അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ ഊരിപ്പോയി, ആ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ വരുമ്പോൾ പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.